السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. അല്ലാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ സാധുക്കളായ നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു. ശൈഖുന ഉസ്താദ് അവറുകളുടെ ദീനി ദഅവ മേഖലയിൽ 50 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയവർ തന്നെ വാചാലമാകാതെ തന്നെ മൗനമായി അവിടുത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മെ തർബിയത്ത് ചെയ്തതും വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന നിശബ്ദത കൊണ്ടായിരുന്നു. ആ നിശബ്ദതയെ തന്നെ വീണ്ടും വാചാലമാകാൻ അനുവദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. AI ലോകത്തോട് ഫിഖ്ഹിന് പറയാനുള്ളത്. വളരെ കാലിക പ്രസക്തമായ ഈ വിഷയം അതിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് മാത്രം ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഖ്ലുഖുല്ലാഹു മാ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ യഥാവിധി അതിൻ്റെ കൃത്യമായ സമയത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. വലൈസ ഫിൽ ഇംകാനി അബ്ദഉ മിമ്മാ കാൻ. മനുഷ്യർ അവർ ഒന്നും സൃഷ്ടിക്കുന്നില്ല. സൃഷ്ടികർമ്മം നടത്തുന്നത് അല്ലാഹുവാണ്. അവൻ സംവിധാനിച്ചു വച്ചിരിക്കുന്ന ആ സൃഷ്ടിവിശേഷണങ്ങളിൽ നിന്നും വളരെ സൂക്ഷ്മമായി കിടക്കുന്ന സംഗതികളെ അവന്റെ ഗവേഷണങ്ങളിലൂടെയും നിരന്തരമായ പഠനങ്ങളിലൂടെയും മാന്തി പുറത്തിടുക എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതിന് സൂക്ഷ്മമായ രൂപത്തിലുള്ളതായ അന്വേഷണവും തീർത്താൽ തീരാത്തതായ അതിനോടുള്ള അന്വേഷണ ത്വരയുമാണ് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സിനബാർ എന്ന് പറയുന്ന ഒരു അയിര്, ആ അയിരിനെ കൃത്യമായി പ്രോസസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ശുദ്ധമായ മെർക്കുറി എന്ന് പറയുന്ന സംഗതി കിട്ടും. മെർക്കുറി, അതുപോലെ തന്നെ വലിയ അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനം നടക്കുന്ന അവസരത്തിൽ അതിൽ നിന്നും ഒലിക്കാറുണ്ട്. അതുമല്ലെങ്കിൽ ഖനനം ചെയ്തു പോവുകയാണെങ്കിലും മെർക്കുറി നമുക്ക് ലഭിക്കും. ഈ മെർക്കുറിയെ അന്തരീക്ഷ താപനിലയിൽ ദ്രവാവസ്ഥയിലുള്ള ഏക മൂലകവും ഈ മെർക്കുറിയാണ്. ആ മെർക്കുറിയെ വിവിധങ്ങളായ ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി നാം കൊണ്ടുപോവുകയാണ് എങ്കിൽ അതിലുള്ള വിഷാംശങ്ങൾ മുഴുവനും മാറ്റി ശുദ്ധീകരിച്ചെടുത്താൽ അതിനെ ഖരാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ ധാരാളം പോസിറ്റീവായ എനർജികൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് പഠനങ്ങൾ പറയുന്നു. ദ്രവാവസ്ഥയിലുള്ള ആ മെർക്കുറിയെ ഖരാവസ്ഥയിലേക്കാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഖരാവസ്ഥയിലേക്ക് മാറ്റിയതിന് ശേഷം അതിനെ നമ്മുടെ ശരീരത്തോട് ബന്ധിപ്പിക്കുകയാണെന്നുണ്ട് എങ്കിൽ, പഴയ കാലത്ത് അങ്ങനെ ബന്ധിപ്പിച്ചതിന് ശേഷം ജലത്തിന്റെ മുകളിൽ കൂടി വരെ നടക്കാനുള്ളതായ പവർ, പോസിറ്റീവായിട്ടുള്ള എനർജി, ക്ഷുദ്രജീവികൾ അവനെ കടിക്കാത്ത, അവനോട് അടുക്കാത്തതായ ഒരവസ്ഥയൊക്കെ ഈ മെർക്കുറിയിൽ ശുദ്ധീകരിച്ച് ദ്രവാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇതൊക്കെ മനുഷ്യന്റെ കണ്ടെത്തലുകളാണ്. നമുക്കറിയാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലുകാരെയും കൊണ്ട് നൈൽ നദി മുറിച്ചു കടക്കുന്ന അവസരത്തിൽ പിന്തുടർന്നു വന്നതായ ഫിർഔനും കൂട്ടരും നൈൽ നദിയിൽ ഒടുങ്ങിയതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലുകളെയും കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട്.
അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിബിത്തുകളിൽ നിന്നും കിട്ടിയതായ ധാരാളം സ്വർണം അവരുടെ കയ്യിലുണ്ട്. യാത്രാമധ്യേ ഈ സ്വർണത്തെ ചൊല്ലി അവർക്കിടയിൽ തർക്കങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സ്വർണം മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിനെ കുഴിച്ചിടാൻ കൽപ്പിക്കുന്നു. ഇതിനിടയിൽ അവർ ഒരു ബിംബത്തെ ആരാധിക്കുന്ന സമൂഹത്തെയും അവർ കാണുന്നുണ്ട്. അതിനെ ആരാധിക്കാനുള്ള മോഹവും ഇവരിൽ ഉദിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ സാമിരി എന്ന് പറയുന്ന മൂസ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സാമിരിക്ക് നല്ല പ്രതിമ ഉണ്ടാക്കാനുള്ള കഴിവുമുണ്ടായിരുന്നു. അതിലുപരി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കാറുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരാറുള്ള ആ കുതിരയുടെ കുളമ്പ് സ്പർശിക്കുന്ന സ്ഥലത്ത് ജീവന്റെ പുതുനാമ്പുകൾ മുളയ്ക്കുന്നതായിട്ടും തന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ കൂടി സാമരി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ പുത്തൻ ചിന്തകൾ സാമരിയുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയതിനു ശേഷം സാമിരി നേരത്തെ സ്വർണം കുഴിച്ചു മൂടിയ സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അവിടെ പോയി ആ സ്വർണം എടുക്കുകയും അതിനെ ഉരുക്കി വാർത്ത് ഒരു ഇജ്ലായി രൂപപ്പെടുത്തുകയും അതിലേക്ക് നേരത്തെ കണ്ടുവച്ച ശേഖരിച്ചു വെച്ചിരുന്നതായ ആ ജീവൻ നൽകുന്നതായ മണ്ണ് അതിലേക്ക് ഇടുകയും ചെയ്തപ്പോൾ ഒരു ഒച്ചയുണ്ടാക്കുന്ന ഇജ്ലിനെ വാർത്തെടുക്കാൻ സാധിച്ചു. ഇതും ഒരു അന്വേഷണമായിരുന്നു, കൃത്യമായ നിരീക്ഷണമായിരുന്നു. അങ്ങനെ ബനൂ ഇസ്രായേലുകൾക്ക് ഇതൊരു കൺകണ്ട ദൈവമായി അതിനെ ആരാധിക്കാൻ തുടങ്ങുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആ ഇജ്ലിനെ നശിപ്പിച്ച് കടലിൽ എറിയുകയും ചെയ്ത ചരിത്രം അവിടെയും നമ്മൾ മനുഷ്യന്റെ അന്വേഷണ ത്വരയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ ലോകത്ത് പുതുതായി ഒന്നും സൃഷ്ടിക്കുന്നില്ല, മറിച്ച് അവന്റെ നിരീക്ഷണങ്ങളിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിജനാചരങ്ങളിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ചില കഴിവുകളെ കണ്ടെത്തുകയാണ്. ഇതുതന്നെയാണ് AI-യിൽ നടക്കുന്നത്. AI എന്ന് പറഞ്ഞാൽ ധാരാളം നിർവചനങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നിർവചനം, മനുഷ്യൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ കമ്പ്യൂട്ടറിന്റെയും ഇലക്ട്രോണിക് ഡിവൈസുകളുടെയും കഴിവിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നാം നമ്മുടെ അക്കൽ ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കർമ്മമാണ് കാൽക്കുലേഷൻ. ആ കാൽക്കുലേഷൻ കൃത്യമായി നമ്മുടെ മുന്നിലുള്ള കാൽക്കുലേറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഈ കാൽക്കുലേറ്ററിനെ സംബന്ധിച്ച് സാങ്കേതികമായി AI എന്ന് പറയില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കാൽക്കുലേറ്ററിൽ നടക്കുന്നത് ഒരു പ്രോഗ്രാമർ പ്രീ പ്രോഗ്രാം ചെയ്തു വെച്ചതായ സംവിധാനം. 2 സംഖ്യകൾ കൊടുത്താൽ ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെ അത് കടന്നുപോയിട്ട് അതിന്റെ ആൻസർ തരണമെന്നൊരു പ്രോഗ്രാമർ പ്രീ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതല്ലാത്ത വേറെ എന്തെങ്കിലും ഒന്ന് അതിലേക്ക് കൊടുത്താൽ അത് പ്രതികരിക്കുകയില്ല. അപ്പോൾ പുതുതായി ഒന്നും ചെയ്യാനുള്ളതായ കഴിവ് കാൽക്കുലേറ്ററിന് ഇല്ലാത്തത് കൊണ്ട് കാൽക്കുലേഷൻ എന്നുള്ളത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന സംഗതിയാണെങ്കിൽ കൂടിയും ഈ കാൽക്കുലേറ്ററിനെ സംബന്ധിച്ച് നമുക്ക് AI എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ആ കാര്യങ്ങളിൽ നിന്നും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുകയും എന്നിട്ട് സ്വന്തമായി നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ സ്വന്തമായി ചെയ്യാൻ കഴിവുള്ളതുമായ ഉപകരണങ്ങളെ കുറിച്ച് മാത്രമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുകയുള്ളൂ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ടെസ്ലയുടെ AI കാറുകൾ, ആ AI കാറുകൾ നിരത്തിലൂടെ ഓടുമ്പോൾ അതിന്റെ മുന്നിൽ വരുന്നതായ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുമെന്ന് അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രോഗ്രാം ചെയ്യാത്തൊരു പ്രതിസന്ധി വന്നാലും, എക്സാമ്പിളിന് ഒരു നായ കുറുകെ ചാടിയാൽ എന്ത് ചെയ്യണമെന്ന് അതിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ല എന്ന് സങ്കല്പിക്കുക. എന്നിരുന്നാലും
ഇതിന് സമാനമായ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എന്ത് ചെയ്തിട്ടാണോ ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത് എന്ന് സ്വയം ഈ കാർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് ആ ആക്ഷൻ അവിടെ അത് ഉടനെടുക്കുകയും ചെയ്യും. ഇത് പ്രോഗ്രാം ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഇതിനോട് സമാനമായ കേസ് വന്നപ്പോൾ എന്ത് ചെയ്തിട്ടാണോ അതിനെ ആ പ്രതിസന്ധിയെ നേരിടാൻ സാധിച്ചതെന്ന് നോക്കിയിട്ട് ആ ആക്ഷൻ ഇവിടെ സ്വീകരിക്കാനുള്ളതായ ആ ഡിവൈസിന്റെ കഴിവ്, ഇതിനെ സംബന്ധിച്ചാണ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടക്കുന്നിടത്തൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഉപകരണമാണ് AI ക്യാമറ. ഈ AI ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്യാമറയുടെ അടിയിലൂടെ കടന്നു പോകുന്നതായ വാഹനത്തിൽ, ബൈക്കിൽ സഞ്ചരിക്കുന്ന ആള് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ, കാറിലൂടെയും മറ്റ് 4 വീലറിലൂടെയും പോകുന്ന ആൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, ഇത് അറിയുക എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ളതായ ഒരു ഇമേജ് ക്യാപ്ചർ ആയിട്ടുള്ളൊരു ക്യാമറ ഇവിടെയുണ്ട്. പോകുന്ന ആൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോ എന്നറിയാനുള്ളതായ ഒരു അൽഗോരിതം സെറ്റിംഗ് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ഈ ഇമേജ് ക്യാപ്ചർ ചെയ്തതിനു ശേഷം രണ്ടാലൊന്ന് തീരുമാനിച്ച് ഔട്ട്പുട്ട് കൊടുക്കാനുള്ളതായ ഒരു ഡിവൈസും അവിടെയുണ്ട്. ഇതാണ് AI ക്യാമറയിലെ സംവിധാനങ്ങൾ. ഇതിലെ ഏറ്റവും കോർ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന അൽഗോരിതമാണ്. എന്ന് പറഞ്ഞാൽ ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ക്യാമറ തീരുമാനിക്കണം. അതിനെന്ത് ചെയ്യും? അൽഗോരിതം സെറ്റിംഗിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ്സാണ് മെഷീൻ ലേണിംഗ്. ലഭ്യമായ മുഴുവൻ ഹെൽമെറ്റ് ധരിച്ച ലഭ്യമായ ഇമേജുകളും ഈ ഡിവൈസിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. വ്യത്യസ്ത രൂപത്തിലുള്ള, തരത്തിലുള്ള, നിറത്തിലുള്ള ഫോട്ടോകൾ ഇതിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വ്യത്യസ്ത മോഡിലുള്ളത്, രാത്രിയിലെടുത്ത ചിത്രം, പകലെടുത്ത ചിത്രം, വലിപ്പത്തിലുള്ളത്, ദൂരെയുള്ളത്, ഇങ്ങനെയുള്ളതായി ഇമേജുകൾ ഈ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് ഈ കമ്പ്യൂട്ടർ പഠിക്കും എന്താണ് ഹെൽമെറ്റ്, അതിന് ഇന്ന വലിപ്പമുണ്ടാകണം, അത് ധരിച്ചു കഴിഞ്ഞാൽ ഇത്ര അവയവങ്ങൾ ആവരണം ചെയ്യപ്പെടണം എന്നുള്ളതായ ഒരു ഇമേജ് ഈ AI ക്യാമറ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ ക്യാമറയുടെ അടിയിൽ കൂടി ബൈക്കിൽ ഒരാൾ തൊപ്പിയിട്ട് സഞ്ചരിച്ചാൽ, തലയെക്കെട്ട് സഞ്ചരിച്ചാൽ, ഷാളിട്ട് സഞ്ചരിച്ചാൽ ഇതൊന്നും അത് ക്യാപ്ചർ ചെയ്യില്ല. അത് ഹെൽമറ്റായിട്ട് അത് പരിഗണിക്കുകയില്ല. കാരണം അതിനെ പഠിപ്പിച്ചു കൊടുത്ത കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് ഇതൊന്നും ഹെൽമറ്റ് അല്ല എന്നതിന് മനസ്സിലായിട്ടുണ്ട്. ആ രൂപത്തിൽ കൃത്യമായി എത്രത്തോളം ഇമേജുകൾ അതിനെ കൊടുത്ത് പഠിപ്പിക്കുന്നു അത്രത്തോളം ആക്യുറസി അതിന് കൈവരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് AI സംവിധാനത്തിൽ ഈ അൽഗോരിതം സെറ്റിംഗ് ആണ് ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സംഗതി. അതിലുണ്ടാകുന്ന ഏതൊരു പിഴവും ഈ സംവിധാനത്തെ ബാധിക്കും. ഉദാഹരണത്തിന് ഹെൽമറ്റ് കൊടുക്കുന്ന, എന്താണ് ഹെൽമറ്റ് എന്ന് അൽഗോരിതം സെറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഒരു ക്യാപ്പിട്ട ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെ ഇത് ഹെൽമറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അത് ഹെൽമറ്റ് ആണെന്ന് തന്നെ മനസ്സിലാക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അൽഗോരിതം സെറ്റ് ചെയ്യുന്ന അവസരത്തിലുണ്ടാകുന്ന പിഴവ് അത് ഈ സംവിധാനത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഈ രൂപത്തിൽ അൽഗോരിതം സെറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ കീഴിലൂടെ ഒരു വാഹനം കടന്നുപോയാൽ ആ വാഹനം കടന്നു പോകുമ്പോൾ 1000 ഇമേജുകൾ കൊടുത്താണ് ഇതിന്റെ അൽഗോരിതം സെറ്റ് ചെയ്തത്. പക്ഷേ ഈ 1000 ചിത്രത്തിൽപ്പെടാത്ത ഒരു 1001ാമത്തെ ഹെൽമെറ്റും ധരിച്ചുകൊണ്ടാണ് ഇയാൾ പോയത് എങ്കിലും അയാൾ ഹെൽമെറ്റ് ധരിച്ചു എന്ന് കൃത്യമായി ഈ AI സംവിധാനം പറയും. കാരണം ഈ 1000 പിക്ചർ കൊടുത്ത് ഇതിനെ ട്രെയിൻ ചെയ്ത അവസരത്തിൽ കൃത്യമായി ഹെൽമെറ്റ് എന്താണെന്നത് സ്വയം പഠിച്ചു. അതുകൊണ്ട് ഇനി വേറൊരു രൂപത്തിലും വലിപ്പത്തിലുമുള്ള ഒരു ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ഒരാൾ പോയാലും അത് ഹെൽമെറ്റ് ആണ് എന്ന് മനസ്സിലാക്കി അയാളുടെ ചിത്രം കൃത്യമായി ക്യാപ്ചർ ചെയ്യാൻ ഇതിന് സാധിക്കും. ഒന്നും കൂടെ വ്യക്തമാകാൻ ഞാനൊരു ഉദാഹരണം പറയാം. AI സംവിധാനത്തിൽ പക്ഷികൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണെന്ന് കരുതുക. അങ്ങനെ ധാരാളം പക്ഷികളുടെ ചിത്രം നാം ഈ ഡിവൈസിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പക്ഷിയാണ് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഓരോ ചിത്രങ്ങൾ നൽകും തോറും അതിന്റെ മുഴുവൻ അവയവങ്ങളെ കുറിച്ചും ഈ ഡിവൈസ് നോക്കും. ഉദാഹരണത്തിന് ഇതിന് ചുണ്ടുണ്ട്, ഇതിന് കാലുണ്ട്, ഇതിന് ചിറകുണ്ട്, ഇതിന് തൂവലുകളുണ്ട്. അങ്ങനെ ഇതിന് ഓരോന്നിനും ഓരോ വെയിറ്റേജ് ഇത് നൽകും. ചുണ്ടുള്ളതിന് ഒരു 20 വെയിറ്റേജ് നൽകി, കാലിന് ഒരു 20 വെയിറ്റേജ് നൽകി, ചിറകിന് ഒരു 30 വെയിറ്റേജ് നൽകി, തൂവലിന് ഒരു 30 വെയിറ്റേജ് നൽകി. അങ്ങനെ 100% പൂർത്തീകരിച്ച് ഇതാണ് പക്ഷി എന്നിത് മനസ്സിലാക്കി എന്ന് നമ്മൾ സങ്കല്പിക്കുക. എന്നിട്ട് ഈ ട്രെയിൻ ചെയ്യുന്ന അവസരത്തിൽ ഇനി ഒരു ഇമേജ് കൊടുക്കുകയാണ്, പെൻഗ്വിന്റെ ഒരു ഇമേജ് കൊടുക്കുകയാണ്. പെൻഗ്വിന്റെ ഇമേജ് കൊടുക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിന് ചിറക് കാണുന്നില്ല, തൂവല് കാണുന്നില്ല. തൂവലിനും ചിറകനും കൊടുത്തിരുന്നത് 30 വെയിറ്റേജ് 60ആണ്. ചുണ്ടുണ്ട്, കാലുണ്ട്, 40 വരുന്നുള്ളൂ. AI ക്യാമറ പറയും, AI സംവിധാനം പറയും ഇത് പക്ഷിയല്ല. പക്ഷെ അത് പക്ഷിയാണ്. അപ്പോൾ അതിനോട് ആ ട്രെയിൻ ചെയ്യിക്കുന്ന അവസരത്തിൽ അല്ല ഇത് പക്ഷിയാണെന്ന് പറയുമ്പോൾ സ്വയം അതിന്റെ വെയിറ്റേജ് അത് മാറ്റും. കാലിനും ചുണ്ടിനും നേരത്തെ കൊടുത്ത വെയിറ്റേജ് മാറ്റി 30 എന്നുള്ള വെയിറ്റേജിലേക്ക് അത് മാറ്റും. ഇങ്ങനെ സ്വയം പഠിക്കാനുള്ളതായ ഒരു കഴിവ് AI സംവിധാനത്തിന് സെറ്റ് ചെയ്യുന്ന അൽഗോരിതം സെറ്റിംഗ് ആണ് ഇതിന്റെ മർമ്മപ്രധാനമായ വശം. അങ്ങനെ ട്രെയിൻ ചെയ്തതായ അൽഗോരിതം സെറ്റിംഗിലൂടെ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അൽഗോരിതം സെറ്റിംഗ് എന്നുള്ളത് തന്നെയാണ് നമ്മയും മുന്നോട്ട് നയിക്കുന്നത്. ഏതൊരു മനുഷ്യനും അൽഗോരിതം സെറ്റിംഗിലൂടെയാണ് ജീവിക്കുന്നത്. പക്ഷെ അത് ആർട്ടിഫിഷ്യൽ അല്ല എന്ന് മാത്രം. ജൈവികവും ദൈവികവുമായ ഒരു അൽഗോരിതം സെറ്റിംഗിലൂടെയാണ് ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് മുന്നോട്ട് പ്രയാണം നടത്തുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞതാണ്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ നിന്നും ഈ ഭൂമിലോകത്തേക്ക് ജനിച്ചു വീണത് ഒന്നും അറിയാത്തവരായിട്ടാണ്. ആ ജനിച്ചു വീണ കുഞ്ഞൻ അവനിൽ കാഴ്ചയും കേൾവിയും നൽകപ്പെട്ടതിന് ശേഷം അവന്റെ ഉമ്മയെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഉമ്മ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഉമ്മ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ഈ കുഞ്ഞ് അതുപോലെ ഉമ്മയെ അനുധാവനം ചെയ്യുകയാണ്. ആ ഉമ്മയുടെ ഓരോ വാക്കുകളും പ്രവർത്തികളും ഈ കുഞ്ഞന്റെ അൽഗോരിതം സെറ്റിങ്ങുകളാണ്. അതിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുല്ലു മൗലൂദ് യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ഓരോ കുഞ്ഞനും ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ശുദ്ധ പ്രകൃതിയുടെ മേലിലാണ്. അവനെ യഹൂദിയും മറ്റ് ആശയധാരകളിലേക്കും അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും അവനെ നയിക്കുന്നവരുടെയും പ്രവർത്തനങ്ങളും വാക്കുകളുമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിന് കിട്ടുന്നതായ ശിക്ഷണം ഓരോന്നും അവന്റെ അൽഗോരിതം സെറ്റിങ്ങുകളായി മാറും. ഇതിൽ ഏറ്റവും നിർണായകമായ അൽഗോരിതം സെറ്റിംഗിന്റെ പ്രായമായ അവൻ വകതിരിവെത്തുന്ന 7 വയസ്സ്. ആ വയസ്സെത്തിയിട്ടും കൃത്യമായ അൽഗോരിതം സെറ്റിംഗ് അവനിൽ നടന്നില്ല എങ്കിൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ആ വയസ്സെത്തിയാൽ കുഞ്ഞിനെ ഓരോ കാര്യവും പറഞ്ഞ് കൃത്യമായി പഠിപ്പിക്കണം. ഈ കുഞ്ഞു പ്രായത്തിൽ അവനിലേക്ക് നൽകപ്പെടുന്നതായ നിർദ്ദേശങ്ങളും മറ്റുമാണ് അവനെ മുന്നോട്ട് നയിക്കുക. അൽഗോരിതം തന്നെയാണ് മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അധ്യാപനം സ്വഹാബത്ത് കൃത്യമായി പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്തിന്റെ ചെറിയ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി എന്ന് കുഞ്ഞുങ്ങൾ പാടിയത് അതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ സ്വഹാബത്ത് അവർക്ക് നൽകിയ അൽഗോരിതമായിരിക്കാം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന 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 ഗുണവിശേഷണമുള്ള ആളാണ് എന്ന് സ്വഹാബത്ത് മക്കളെ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ നൽകിയ അൽഗോരിതത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയതാക്കാം. നബി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ളയാളാണെന്ന്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടി വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി. എന്നാൽ കൂട്ടത്തിൽ പറയട്ടെ, ഇതിനെല്ലാം അപവാദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കുഞ്ഞാവുമ്പോൾ തന്നെ ഇനി വരാൻ പോകുന്ന ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ജനപദത്തിന് മാർഗനിർദ്ദേശം നൽകേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടത്, കൃത്യമായ അദബുകൾ പഠിപ്പിക്കേണ്ടത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അൽഗോരിതം സെറ്റ് ചെയ്യേണ്ട ആൾ ഒരിക്കലും ഒരു മനുഷ്യനായി കൂടാ. ഒരു തെറ്റും ഉണ്ടാകാത്ത, ഒരു പിഴവും ഉണ്ടാകാത്ത അൽഗോരിതം സെറ്റിംഗ് ആയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അദ്ബനി റബ്ബി ഫഹ്സന തഅദീബി. എനിക്ക് അത് പഠിപ്പിച്ചത്, എന്റെ അൽഗോരിതം സെറ്റ് ചെയ്തത് എന്റെ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉന്നതമായ അൽഗോരിതം സെറ്റിംഗ് ആണ് എന്റേത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഗർഭത്തിലായിരിക്കെ 2 മാസം പ്രായമുള്ളപ്പോൾ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ ഈ ലോകത്തോട് വിട വാങ്ങി. അതുകൊണ്ട് തന്നെ ജനിച്ചതിന് ശേഷം ഉപ്പയെ പോലെയാണ് ആ കുഞ്ഞിന്റെ നടത്തം എന്ന് പറയാൻ അള്ളാഹ് ഇട കൊടുത്തില്ല. ജനിച്ചു കഴിഞ്ഞിട്ട് ഇനി ഉള്ളത് ഉമ്മയാണ്. ഉമ്മയുടെ അടുത്ത് നിന്ന് ഉമ്മയുടെ നടത്തമാണ്, ഉമ്മയുടെ വർത്തമാനമാണ് ആ കുഞ്ഞനെന്ന് പറയാൻ ഇട കൊടുത്തില്ല. മുല കൊടുക്കാൻ വേണ്ടി ബനൂ സഅദ് ഗോത്രത്തിലേക്ക് അലീമത്തു സഅദിയുടെ കയ്യിലായിട്ട് മാറുകയാണ്. അങ്ങനെ 6 വയസ്സായപ്പോൾ, നേരത്തെ പറഞ്ഞ 7 വയസ്സെത്തുന്നതിന് മുമ്പ് തന്നെ ഉമ്മയെയും ഈ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കി വിളിക്കുകയാണ്. പിന്നീട് ഏറ്റെടുത്തത് ഉപ്പാപ്പയാണ്, അബ്ദുൽ മുത്തലിബ്. അവർ 2 വർഷം കഴിയുമ്പോൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദബ് പഠിപ്പിച്ചത് ഒരു മനുഷ്യനാണെന്ന് ഒരാൾക്കും പറയാനുള്ളതായി ഇട അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. അവിടുത്തെ അദബ് പഠിപ്പിച്ചത് ഉപ്പയാണെന്നോ ഉമ്മയാണെന്നോ ഉപ്പാപ്പയാണെന്നോ പറയാനുള്ള ഒരു അവസരവും നൽകാതെ അദ്ദബനി റബ്ബി ഫഹ്സന തഅദീബി എന്ന് പറയുന്നിടത്തേക്ക് കൊണ്ടെത്തിക്കാൻ കൃത്യമായ ഇടവേളകളിൽ അവിടുത്തെ സംരക്ഷണം ഏറ്റെടുത്ത ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കി വിളിക്കുമ്പോൾ നമുക്കറിയാം അവിടുത്തെ വാക്കിലോ പ്രവൃത്തിയിലോ യാതൊരു വിധമായ കളങ്കമോ പിഴവോ ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ പ്ലാനിങ് അവിടെ നടക്കുകയാണ്. കൃത്യമായ അൽഗോരിതം സെറ്റിംഗ് അവിടെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വാക്കിലും പ്രവൃത്തിയിലും യാതൊരു വിധമായ പിഴവും ഉണ്ടായില്ല. ഖിയാമത്ത് നാൾ വരെ ഏറ്റവും വലിയ AI സംവിധാനവുമായിട്ട് വരുന്ന ദജ്ജാലിന്റെ കാലത്ത് വരെ ജീവിക്കേണ്ടി വരുന്ന ജനപദത്തിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വരുന്നത്, മനുഷ്യൻ പുതുതായി ഒന്നും കണ്ടെത്തുന്നില്ല. ഈ മനുഷ്യന്റെ ജീവിതം തന്നെ കൃത്യമായ ഒരു അൽഗോരിതം സെറ്റിംഗ് ആണെന്ന് എന്നുള്ള പഠനമാണ് AI സംവിധാനത്തിന്റെ അൽഗോരിതങ്ങളിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മെഷീൻ ലേണിംഗിലും ഡീപ്പ് ലേണിംഗിലും ഒക്കെ കടന്നു വരുന്നത്. കൃത്യമായ മനുഷ്യൻ എങ്ങനെയാണോ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ മെഷീന് പഠിപ്പിക്കുകയാണ്. AI സംവിധാനത്തിലൂടെ നടക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ AI സംവിധാനത്തിലൂടെ ഇന്ന് നമുക്ക് കിട്ടിയ AI-യെ 3ആയി നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന്, ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്, നേരത്തെ പറഞ്ഞ ക്യാമറ. അതുപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ അതിന് സമാനമായ വീഡിയോ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു വരുന്നതൊക്കെ AI സംവിധാനങ്ങളാണ്. അതിനൊരു കൃത്യമായ ഒരു പ്രവർത്തനത്തിൽ മാത്രമേ അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുകൊണ്ടാണ് നാരോ ഇന്റലിജൻസ്. മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ChatGPT ആയാലും ജെമിനി ആയാലും ഒക്കെ ഒരേ സമയം തന്നെ മനുഷ്യനെ പോലെ വിവിധ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന AI സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. എന്നാൽ ന്യൂറാലിങ്കിന്റെ സ്ഥാപകനായ ഇലോൺ മസ്കിനെ പോലുള്ളവർ പുതിയ വരാനിരിക്കുന്ന ഒരു ഇന്റലിജൻസിനെ കൂടി നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. മനുഷ്യന്റെ ബുദ്ധിയെയും കവച്ചു വെക്കുന്നത്, മനുഷ്യനെയും മടക്കി ഭരിക്കാൻ പറ്റിയ രൂപത്തിലുള്ളതായ സൂപ്പർ ഇന്റലിജൻസ് അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. അങ്ങനെ ഒരു സംവിധാനം കണ്ടെത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നതായി മാറില്ലേ എന്നുള്ള ചർച്ച സജീവമാണ്. എന്തായിരുന്നാലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് സജീവമാണ്.
നമുക്കറിയാം ഈ ഒരു സംവിധാനം AI എന്ന് പറയുന്ന സംവിധാനം നമ്മൾ വ്യാപകമായപ്പോൾ ഈ സംവിധാനത്തിന് നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വ്യാപകമാണ്. നമ്മുടെ ഇബാദത്തിലായാലും അതല്ലാത്ത മറ്റ് കർമ്മങ്ങളിലായാലും AI സംവിധാനത്തിന് കൂട്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, തഖ്വയുള്ളവരാകണം. വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹു തആലയിലേക്കുള്ള മധ്യവർത്തികളെ നിങ്ങൾ തേടണം. നമുക്കറിയാം തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബി നവാഹിഹി, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ എടുക്കുക, ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക. വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്കുള്ള മധ്യവർത്തികളെ നിങ്ങൾ തേടണം. രണ്ട് കലാമും അത്ഫ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കാര്യം മുറുകെ പിടിക്കലോടുകൂടെയാണ് രണ്ടാമത്തെ വബ്തഗു ഇലൈഹിൽ വസീല എന്നുള്ളത് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തഖ്വയോട് എതിരാകാത്തതായ വസീല സ്വീകരിക്കലേ നടക്കുകയുള്ളൂ. രണ്ടാമത്തെ പാർട്ട് വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ മധ്യവർത്തികളെ മുറുകെ പിടിക്കണം, തേടണം എന്ന് പറയുന്നത് എടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും തഖ്വ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. തഖ്വ കൈമുതലാക്കലോടുകൂടെ നിങ്ങൾ മധ്യവർത്തികളെ തേടുക എന്ന് പറഞ്ഞാൽ ശറഅ് അംഗീകരിക്കുന്ന ഏത് സംവിധാനവും നമുക്ക് സ്വീകരിക്കാം, അല്ലാത്തത് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ നമ്മുടെ മുന്നിലേക്ക് വരുന്ന AI സംവിധാനങ്ങളായാലും മറ്റ് സംവിധാനങ്ങളായാലും ഏത് മേഖലയിലാണോ ഇത് വരുന്നത് അതിനെ നമ്മൾ എടുക്കണം. ഇബാദാത്തിന്റെ ഭാഗത്തിലാണെങ്കിൽ ആ ഫിഖ്ഹ് പറഞ്ഞതായ 4 റുബുകൾ എടുത്തിട്ട് ആ ഇബാദാത്തിന്റെ ഭാഗത്തേക്ക് നോക്കണം. അതേപോലെ തന്നെ മുആമലാത്തും മുനാകഹാത്തും ജിനായാത്തും ഓരോ ബാബിലും വെച്ചിട്ട് ഫുഖഹാ പറഞ്ഞ ശുറൂത്ത് ഫുറൂലുകൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ ഈ സംവിധാനം, എന്നാൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാൻ പറ്റൂല. ഇത് കൃത്യമായി അറിയണമെങ്കിൽ ശരീഅത്തിന്റെ നിയമങ്ങൾ കൃത്യമായി അറിയുന്നവരാകണം. അറിയാത്തവർ അറിയുന്നവരോട് ചോദിച്ചിട്ട് മാത്രമേ AI സംവിധാനങ്ങളോട് സമീപിക്കാൻ പാടുള്ളൂ. നമുക്കറിയാം, ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുക അറിവുള്ളവരോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ജൻസി സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഫസ്റ്റ് ചോദ്യം തന്നെ. എന്നാൽ ഏറ്റവും കൂടുതൽ അറിവുകൾ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതായ ജെമിനിയിലും ചാറ്റ് GPTയിലുമാണ്. അവരോട് ചോദിക്കാൻ പറ്റുമോ? അവർക്കല്ലേ ഏറ്റവും കൂടുതൽ അറിവുള്ളത്. ഏത് സംവിധാനവും എന്തിനെ കുറിച്ചുള്ളതായ കൃത്യമായ ഡേറ്റകളും ചാറ്റ് GPTയിലും ജെമിനിയിലും കിട്ടുമ്പോൾ അവരോട് ഫത്വ ചോദിക്കാൻ പറ്റുമോ? കാരണം എത്രയും വേഗത്തിൽ കൃത്യമായ ഡേറ്റകൾ അവർ നമ്മുടെ മുന്നിലേക്ക് തരും. എങ്ങോട്ടും പോകണ്ട, റൂമിലിരുന്നാൽ മതി. അങ്ങനെയെങ്കിൽ ഇവയോട് ഫത്വ ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സമൂഹത്തിൽ നിന്ന് നമ്മോട് വരുന്ന ഫസ്റ്റ് ചോദ്യം. ഇവിടെ മഹാനായ നബി ഇമാം അവിടുത്തെ ശറഉൽ മുഹദ്ദബിൽ പറയുന്നുണ്ട്, വലാ യസ്തഗ്ലു ബിനസ്ഖിഹാ ഇൻ ഹസലത് ബിശ്ശിറാ, ഒരാൾക്ക് ഒരു കിതാബ് വാങ്ങാൻ കഴിയുമെങ്കിൽ പിന്നീട് അയാള് അതിനെ പകർത്തി എഴുതി സമയം കളയരുത്. ലിഅന്നൽ ഇസ്തിഗാല അഹം, കാരണം ആ കിതാബിലുള്ള ഇൽമുകൾ പഠിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം, പകർത്തി എഴുതി സമയം കളയലല്ല. എന്നാൽ എന്നാൽ വാങ്ങാനുള്ളതായ ക്യാഷ് ഇയാളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ട്, വാങ്ങാൻ കിതാബ് ലഭിക്കുന്നില്ല, എന്നാൽ പകർത്തി എഴുതാം. അല്ലെങ്കിൽ പകർത്തി എഴുതരുത്, അവൻ ക്യാഷ് കൊടുത്ത കിതാബ് വാങ്ങുകയാണ് ചെയ്യേണ്ടത്. കാരണം സമയം വേസ്റ്റ് ആക്കരുത്. ഫൈനൽ ഇസ്തിഗാല അഹം. ഈ ഒരു ഇബാറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യൻ അവന്റെ സമയം അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ വെറുതെ സമയം കളയരുത്, പകർത്തി എഴുതി സമയം കളയരുത് എന്ന് പറയുമ്പോൾ ഈ നമുക്ക് ലഭിക്കുന്ന ഡേറ്റകളിൽ സൗകര്യവും വേഗതയും പരിഗണിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ജെമിനിയെ നമുക്ക് സ്വീകരിക്കാം എന്ന് തോന്നിപ്പോകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതായ വിശദീകരണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാറ്റ് GPTയിലായാലും അതുപോലെ തന്നെ ജെമിനിയിലായാലും നമ്മൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ
ഉദാഹരണത്തിന് വഖഫുമായി ബന്ധപ്പെട്ടൊരു മസ്അല ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം ഇബാറത്തുകൾ അതിൽ പടാൻ വരും. പക്ഷേ ഇത് ആര് അപ്ലോഡ് ചെയ്തു എന്ന് നമ്മൾ നോക്കണം. ഇന്ന് ഇന്റർനെറ്റിന്റെ ലഭ്യതയോടുകൂടി വളരെ വൈഡായിട്ടുള്ളതായ ഇമേജുകളും ടെക്സ്റ്റുകളും ലഭിക്കും. ഈ ടെക്സ്റ്റുകളെയും ഇമേജുകളെയും നേരത്തെ പറഞ്ഞതായ മെഷീൻ ലേണിങ്ങിനെ വെച്ചിരിക്കുന്നത് മനുഷ്യനെയല്ല, വേറൊരു AI സംവിധാനത്തെയാണ്. അതുകൊണ്ടൊരു മുഹഖിഖായ ആളാണ് ഈ ഇബാറത്തുകൾ ഹല്ല് ചെയ്ത് കൃത്യമായി മസലകളായിട്ട് രേഖപ്പെടുത്തി ഇതിലേക്ക് വെച്ചത് എന്ന് പറയാൻ നമുക്കൊരു വകുപ്പും ഇല്ല. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളായിരിക്കാം ഇത് അപ്ലോഡ് ചെയ്തത്. ഇനി മുഹഖിഖാണെന്ന് തന്നെ വെക്കുക. മുഹഖിഖാണെന്ന് ഒരാൾ കൃത്യമായി വഖഫിന്റെയും മറ്റു നിയമങ്ങൾ കൃത്യമായി പഠിച്ച് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തതാണെന്ന് വെച്ചാൽ തന്നെ ആ ഇബാറത്തുകൾ അതേപോലെ ഒരിക്കലും ഈ ചാറ്റ് ജിപിടിയും ജെമിനിയും നമ്മളിലേക്ക് തരുന്നില്ല. മറിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ രൂപത്തിലുള്ളതായ മറുപടി അത് കണ്ടെത്തി ഈ കിട്ടിയ സോഴ്സിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു പ്രത്യേക ക്രോഡീകരണമായിട്ട് നമ്മുടെ മുന്നിലേക്ക് തരികയാണ്. അപ്പോൾ ഒരിക്കലും അതിൽ നിന്ന് കിട്ടിയതായ ആ മസ്അലകളെ അതേപടി എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. മറിച്ച് നമുക്ക് തുറാസിയായി കിട്ടിയതായ കിതാബുകളിൽ പറയുന്ന മസ്അലകളുമായി കൂട്ടിയോജിപ്പിച്ച് അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മസ്അലകൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചാറ്റ് ജിപിടിയോട് ജെമിനിയോട് ഫത്വ ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, അത് അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, അറിവുള്ളവർ, കൃത്യമായ മസ്അലകൾ അറിയുന്നവർ, അവർക്ക് ഒരു പെട്ടെന്നൊരു വിഷയത്തിൽ കൃത്യമായി ക്രോഡീകരണം കിട്ടാൻ വേണ്ടിയൊക്കെ നോക്കാം എന്നല്ലാതെ അവസാന വാക്കായി അതിനെ അവലംബിക്കാൻ പാടില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അത് അവലംബിക്കാൻ പാടില്ല. മറിച്ച് തുറാസിയായ കിതാബുകളിലേക്ക് ആ മസ്അലകളെ തട്ടിച്ചു നോക്കി കൃത്യത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ഇവയിൽ നിന്ന് കിട്ടുന്നതായ മസ്അലകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ വിഷയവുമായി AI സംവിധാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് റോബോട്ടുകളാണ്. മനുഷ്യന്റെ അതേ രൂപത്തിലുള്ളതായ റോബോട്ടുകൾ. ഈ റോബോട്ടുകളെ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളിൽപ്പെട്ട ഒരാൾക്ക് തന്നെ ഒരുപക്ഷെ ഇനി ഏറ്റവും നല്ല ബിസിനസ്സായി വരുന്നത് തന്നെ ഈ റോബോട്ടിന്റെ കച്ചവടമായിരിക്കും. അടുക്കളയിൽ പാചകം ചെയ്യാൻ, കൃഷിയിടത്തിൽ ജോലി ചെയ്യാൻ, വീട് അടിച്ചു വാരാനൊക്കെ കൃത്യമായ റോബോട്ടുകൾ ഇനി ലഭ്യമാകും. അപ്പൊ ഇതിന്റെ നിർമ്മാണവും നല്ലൊരു ബിസിനസ്സായി മാറും. മനുഷ്യരൂപത്തിലുള്ളതായ റോബോട്ടുകളാണ് ഇന്ന് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാത്തതുമുണ്ട്. മനുഷ്യരൂപത്തിലുള്ളതായ റോബോട്ടുകളെ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു മസ്അല ഫുഖഹ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി ഖൽബുൻ വലാ സൂറ ഇന്ന അശദ്ദന്നാസി അദാബ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ. ഇതേ ആശയമുള്ളതായ ഹദീസുകൾ വെച്ചുകൊണ്ട് ഫുഖഹാ കൃത്യമായി ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വയഹ്റുമു തസ്വീറു ഹയവാനിൻ ബൽ ഹുവ കബീറത്തുൻ. തുഹ്ഫയിൽ നോക്കിയാൽ നമുക്ക് കാണാം, വയഹ്റുമു തസ്വീറു ഹയവാൻ, ജീവനുള്ളവയുടെ കോലമുണ്ടാക്കൽ അത് ഹറാമാണ്. ബൽ ഹുവ കബീറത്തുൻ, എന്നല്ല അത് വൻ പാപമാണ്. അപ്പോൾ അവിടെ ചോദ്യം വരും, ഇത് 6 വശങ്ങളുള്ള 6 ജിഹത്തുകളുള്ളതായ രൂപത്തിൽ ഉണ്ടാക്കലല്ലേ? അവിടെ ശറഹ് മുസ്ലിം എടുത്തു നോക്കിയാൽ കാണാം, വസവാഉ മാ കാന ഫീ സൗബിൻ ഔ ബിസാത്തിൻ ഔ ദിർഹമിൻ ഔ ദീനാരിൻ ഔ ഫൽസിൻ ഔ ഇനാഇൻ ഔ ഹായിത്തിൻ ഔ ഗൈരിഹാ. ഇത് വസ്ത്രത്തിലാണെങ്കിലും ചുമരിലാണെങ്കിലും ദീനാറിലാണെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ തുന്നി ഉണ്ടാക്കിയതാണെങ്കിലും അച്ചടി രൂപത്തിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും ഒക്കെ ഹറാമാണ് എന്നുള്ളതാണ് ശറഹ് മുസ്ലിം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടർന്ന് പറയുന്നു, വലാ ഫർഖ ഫീ ഹാദാ കുല്ലിഹി ബൈന മാ ലഹു ദില്ലും വമാ ലാ ദില്ല ലഹ. നിഴലുണ്ടാക്കാത്തത് എന്ന വ്യത്യാസമില്ലാതെ ജീവനുള്ളവയുടെ രൂപങ്ങൾ ഉണ്ടാക്കൽ അത് ഹറാമാണ്. വരക്കലായാലും തുന്നയുണ്ടാക്കുന്നതായാലും അച്ചടിക്കുന്നതായാലും
അതല്ല 6 ജിഹത്തുകളുള്ള രൂപത്തിൽ ഉണ്ടാക്കുന്ന പ്രതിമ മോഡലായാലും ഇത് ഹറാമാണ് എന്നുള്ളതാണ് ഫുഖഹാന്റെ വീക്ഷണം. എന്നാൽ ഇതിൽ നിന്നും അനുവദനീയമായ ചിലതിനെ ഫുഖഹാ പുറത്താക്കിയിട്ടുണ്ട്. ഒന്ന് ലുഅ്ബുൽ ബനാത്ത്, കുട്ടികൾക്കുള്ള കളിക്കോപ്പുകൾ, അതിനെ ജീവിയുടെയും മനുഷ്യന്റെയും രൂപത്തിൽ ഉണ്ടാക്കുന്നതിന് ഇതിൽ നിന്നും പുറത്താണ്. അതുപോലെ തന്നെ മാലാ റഅസ ലഹു, മനുഷ്യന്റെ കോലം ഉണ്ടാക്കുന്നു പക്ഷേ തലയില്ല, തലയില്ലാതെ ഒരു ജീവിക്ക് ജീവിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് തലയില്ലാത്ത കോലങ്ങൾ പറ്റും. 3 ഫഖ്ദു മാലാ ഹയാത്ത ബിദൂനിഹി, ആ ഒരു പാർട്ടില്ലാതെ ഈ ജീവി ജീവിക്കുകയില്ല. ആന്തരികമായ പാർട്ടല്ല, ബാഹ്യമായ പാർട്ട്. ഉദാഹരണത്തിന് നെഞ്ചിന്റെ താഴേക്കുള്ള ഭാഗമില്ലാതെ അര ഫോട്ടോ, ആ രൂപത്തിലുള്ളതായ ചിത്രങ്ങളോ അല്ലെങ്കിൽ അത് പ്രതിമ രൂപത്തിൽ ഉണ്ടാക്കലായാലും കുഴപ്പമില്ല എന്ന് ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംശയമായി വരുന്ന ഒന്നാണ്, അങ്ങനെയെങ്കിൽ പ്രതിമ രൂപത്തിലുള്ളതായാലും അതുപോലെ തന്നെ ചിത്രങ്ങൾ വരയ്ക്കലായാലും വിരിപ്പിൽ തുന്നി ഉണ്ടാക്കലായാലും അതുപോലെ തന്നെ അച്ചടി രൂപത്തിൽ ഉണ്ടാക്കലായാലും ഒക്കെ ഹറാമാണെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോ, വീഡിയോ ഇതൊക്കെ ഹറാമല്ലേ എന്ന് ചോദിക്കും. ഇവിടെ അത് രണ്ടും ഫർക്കാക്കുകയാണ് ഫുഖഹാ ചെയ്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ആ ഫോട്ടോസിനെയും വീഡിയോസിനെയും ഒക്കെ നമ്മൾ കണ്ണാടിയിൽ കാണിക്കുന്നതായ പ്രതിബിംബത്തോടാണ് ഫുഖഹാ ചർച്ച ചെയ്തു പോകുന്നത്. നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സൂറത്ത് അവിടെ വരും. അതുകൊണ്ട് കണ്ണാടി നോക്കൽ ഹറാമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ നോക്കിയതായി കാണാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു തസ്വീർ അവിടെ ഉണ്ടാകാത്തത് കൊണ്ട് അത് അനുവദനീയമാണ് എന്നാണ് ഫുഖഹാ ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ അതും ഒഴിവാക്കലാണ് സൂക്ഷ്മത എന്നതിൽ തർക്കമില്ല. ചുരുക്കം പറഞ്ഞാൽ ഫുഖഹാ ചർച്ച ചെയ്തെടുത്ത് ഈ പറഞ്ഞതായ തസ്വീർ ഹറാമാണെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ അതേ രൂപത്തിൽ ഒരാൾ ഒരു പ്രതിമയുണ്ടാക്കുന്ന രൂപത്തിൽ ഈ പറയുന്ന യന്ത്ര മനുഷ്യനെ AI സംവിധാനങ്ങളെ ഉണ്ടാക്കൽ അത് ഹറാമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ കാലം ഇതല്ലേ, AI സംവിധാനങ്ങളല്ലേ, അതുകൊണ്ട് മനുഷ്യരൂപത്തിൽ ഉണ്ടാക്കുന്ന ലറൂറത്തിന്റെ ഘട്ടമല്ലേ, അതുകൊണ്ട് അത് അനുവദിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ലറൂറത്ത് എന്ന് പറയാൻ പറ്റിയതിലേക്ക് എത്തിയിട്ടില്ല. കാരണം മനുഷ്യകോലത്തിൽ ഉണ്ടാക്കുന്ന ആ റോബോട്ടിന് ഉണ്ടാക്കാൻ പറ്റിയ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ മനുഷ്യരൂപത്തിൽ അല്ലാതെ ഉണ്ടാക്കിയാലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തലയില്ലാതെ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയാൽ തലയുള്ള റോബോട്ട് ചെയ്യുന്നതൊക്കെ അതിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ രൂപത്തിലും ധാരാളം റോബോട്ടുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പരിപൂർണമായ രൂപത്തിൽ മനുഷ്യന്റെ അതേ ശൈലിയിൽ ഉണ്ടാക്കുന്ന റോബോട്ടുകൾ, പ്രതിമ രൂപത്തിൽ ഉണ്ടാക്കുന്ന റോബോട്ടുകൾ അത് ഉണ്ടാക്കൽ ഹറാം തന്നെയാണ് എന്നാണ് ഫുഖഹാന്റെ കലാമിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള റോബോട്ടുകളുടെ കാലമായിരിക്കും ഇനി അങ്ങോട്ട്. അപ്പോൾ നാം ഒരു ഷോപ്പിലേക്ക് ചെല്ലുകയാണ്, സാധനം വാങ്ങാൻ ചെല്ലുകയാണ്. അവിടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരൊറ്റ മനുഷ്യനും ആ സ്റ്റോറിൽ ഇല്ല. നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്നതും പ്രൊഡക്റ്റ് എടുത്തു തരാൻ നിൽക്കുന്നതും ക്യാഷ് വാങ്ങാൻ നിൽക്കുന്നതും ഒക്കെ റോബോട്ടുകളാണ്. അങ്ങനെയെങ്കിൽ ആ റോബോട്ടിൽ നിന്നും സാധനം വാങ്ങി നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ലേ. ബാഇ അവിടെ ഇല്ല. നമുക്കറിയാം ഫുഖഹാ ചർച്ച ചെയ്തപ്പോൾ ബൈഇന്റെ റുക്നുകളായി പറഞ്ഞത് ബാഇ വേണം, മുസ്തരി വേണം, ഈജാബ് കബൂൽ വേണം, സമനും മുസമ്മനും വേണം. ഇവിടെ ഈജാബും കബൂലും ഈജാബ് പറയാനുള്ള ആൾ ഇവിടില്ല, ബാഇ ഇവിടില്ല. അങ്ങനെയെങ്കിൽ അവിടെ ആ റോബോട്ടിൽ നിന്ന് സാധനം വാങ്ങി നമുക്ക് പോയാൽ ഇസ്ലാമികപരമായിട്ടുള്ള ബൈഅ ആകുന്നുണ്ടോ? ഇടപാട് സ്വഹീഹാകുമോ? ഇവിടെ മുആത്താത്തിന്റെ ബൈഅ സ്വഹീഹാകുമെന്ന ഫുഖഹാന്റെ വീക്ഷണപ്രകാരം നമുക്കിതിനെ സ്വഹീഹ് എന്ന് തന്നെ പറയാം. മുആത്താത്തിന്റെ ഇടപാട് എന്ന് പറഞ്ഞാൽ ഫത്തുൽ മീനിൽ കാണാം, വസൂറത്തുഹാ അയ്യത്തഫിഖ അലാ സമനിൻ വമുസമ്മനിൻ വഇല്ലം യൂജദ് ലഫ്ളും മിൻ വാഹിദിൻ. വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും
കച്ചവട വസ്തുവിന്റെയും വിലയുടെ മേലും ഇത്തിഫാക്കാവുക. രണ്ടുപേരും വിറ്റു എന്നോ വാങ്ങി എന്നോ പറയാതെ എന്റെ കയ്യിലിരിക്കുന്നതായ പ്രൊഡക്റ്റ് മറ്റേയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയും അയാളുടെ കയ്യിൽ നിന്ന് വില ഞാൻ വാങ്ങുകയും ചെയ്യുന്ന സംവിധാനം, ഇതാണ് മുആത്താത്തിന്റെ ബൈഅ്. അത് സ്വഹീഹാകുമെന്നാണ് ഫുഖഹാ ഒക്കെ പറഞ്ഞത്. അപ്പോൾ അതുപ്രകാരം ഇവിടെ ബാഇഅ് തന്നെയില്ല എങ്കിലും ഈ മുആത്താത്തിന്റെ ബൈഅ് സ്വഹീഹാണ് എന്ന് പറയുന്ന ആ സംവിധാനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങാൻ പറ്റും എന്ന് നമുക്ക് പറയാം. കാരണം ഈജാബ് കബൂല് ഉള്ളിടത്ത് തന്നെ. എന്തുകൊണ്ട്? ഒരു ബൈഇന്റേതായ സാധുത നാം പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇന്നമൽ ബൈഉ അൻ തറാ. ബൈഇന്റെ മർമ്മപ്രധാനം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും പരസ്പര തൃപ്തിയാണ്. വിൽക്കുന്ന ആൾക്ക് തൃപ്തിയാണ് ഞാൻ ഈ വിലയ്ക്ക് സാധനം വിൽക്കാൻ, വാങ്ങുന്ന ആൾക്ക് ഈ വില കൊടുത്ത് വാങ്ങാൻ അവനിക്കും തൃപ്തിയാണെന്ന് അറിയിക്കുന്നതായ ആ തൃപ്തി, റിള എന്നുള്ളതാണ് ബൈഇന്റെ മർമ്മപ്രധാനം. പക്ഷേ ഈ റിള എന്നുള്ളത് ബായിന്റെ ആയാലും മുസ്തരിയുടെ ആയാലും കൽബിലുള്ള സംഗതിയാണ്. അതിനെ നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്നില്ല. അപ്പോൾ ഉള്ളിലുള്ളതായ തൃപ്തിയെ അറിയിക്കാനുള്ളതായ ആലത്തായിട്ടാണ് ശറഅ് ഇവിടെ ലിസാനിനെ വെച്ചിട്ടുള്ളത്, അതായത് ഈജാബിനെയും കബൂലിനെയും വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സീഗ പറയാതെ തന്നെ കൈമാറ്റം നടത്തുമ്പോൾ അവിടെ ബൈഅ് സ്വഹീഹാകുന്നുണ്ടെങ്കിൽ മുആത്താത്തിന്റെ ബൈഇൽ ഇപ്പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു ശറഅ് ലിസാനിനെ ആലത്താക്കി വെച്ചതുപോലെ തന്നെ ഒരാൾ എന്റെ കയ്യിലിരിക്കുന്ന സാധനം മറ്റേയാളുടെ കയ്യിലേക്ക് കൊടുക്കുകയും അയാളുടെ കയ്യിലിരിക്കുന്ന വില എന്റെ കയ്യിലേക്ക് തരികയും ചെയ്യുക എന്ന് പറയുന്നതും അവരുടെ ഉള്ളിലുള്ളതായ തൃപ്തിയെ അറിയിക്കുന്നതിനാലാണ് മുആത്താത്തിന്റെ ബൈഅ് സ്വഹീഹാകുമെന്ന് ഫുഖഹാ പറഞ്ഞത്. ആ കൈയുടെ അതേ സ്ഥാനത്താണ് ഈ ബായി അവന്റെ സ്റ്റോറിൽ സ്ഥാപിച്ചിട്ടുള്ളതായ ഈ AI സംവിധാനം. അയാളുടെ കൃത്യമായ തൃപ്തിയുടെ മേൽ അറിയിക്കുന്നുണ്ട്. ഇതിനോട് നീ ഇടപാട് നടത്തി ഗൂഗിൾ പേ ചെയ്തോ മറ്റോ അതിനകത്ത് വില കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഈ സാധനവുമായിട്ട് പോകാം. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ചടുലമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബായി അവന്റെ സ്റ്റോറിൽ ഈ AI സംവിധാനം വെച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ബായിന്റെ റിളയുടെ മേൽ ഇത് അറിയിക്കുന്നതിനാൽ അങ്ങനെയുള്ള സ്റ്റോറുകളിൽ നിന്നും സാധനം വാങ്ങലും വില കൊടുക്കലും മറ്റുമൊക്കെ സ്വഹീഹാകും എന്നാണ് നമുക്ക് ഫുഖഹാ പറഞ്ഞു വെച്ചതിൽ നിന്നും മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും കുറെ വിഷയങ്ങൾ നമ്മുടെ നോട്ടിലുണ്ട്. സമയത്തിന്റെ കുറവ് കാരണം എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.